ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഇന്ന് വടക്കേ മലബാറുകാർക്ക് പൂരമാണ് കേട്ടോ. നമ്മളെ മുഖ്യമായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ളവരാണ് ഈ പൂരം ആഘോഷിക്കുന്നത്. രോഹിണി മുതൽ പൂരം വരെയുള്ള നക്ഷത്രങ്ങളിൽ പൂവിട്ട് ആദ്യത്തെ 3 ദിവസം കിണറിൻ്റെ ആൽമറേൻ്റെ പുറത്ത് അവിടെ പൂവിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാമന കുത്തും. അതെല്ലാം നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറയാം, നമ്മളെ വീഡിയോയിൽ മുഴുവനായിട്ട് എല്ലാ ദിവസവും പൂവിടുന്നത്. ഇക്കൊല്ലം പിന്നെ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല, ലാസ്റ്റ് ദിവസം മാത്രമേ എടുക്കാൻ വെച്ചു. ഇപ്പോൾ ലാസ്റ്റ് ദിവസം അത് കഴിഞ്ഞ് 3 ദിവസം പൂവിട്ട് അത് കഴിഞ്ഞിട്ട് ചാണകം കൊണ്ട് കാമന കുത്തും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ദിവസം മണ്ണിനെ കൊണ്ട് കാമനയാക്കും. അന്നത്തെ ദിവസം കാമന കുത്തി അത് കഴിഞ്ഞ് കാമന് പൂരക്കഞ്ഞി കൊടുക്കും, അട കൊടുക്കും വൈകുന്നേരം. എന്നിട്ട് കാമന അയപ്പിക്കും. അതാണ് ചടങ്ങ് കേട്ടാ. നമുക്കത് അമ്മ നേരത്തെ കാമനെല്ലാം പൂവെല്ലാം കുത്തി വെച്ച് കാമനെല്ലാം ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് പോയിട്ട് കാണാം. ചെങ്ങായിമാരെ കണ്ടോ, ഇക്കൊല്ലം അമ്മയാന്നാക്കി. അവിടെ ഒരു വൃത്തിയും മനസ്സില്ലാതെ കാമനാട്ടാ. ഞാനാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കാമനായിരിക്കും. രാവിലെ എണീച്ചേരെ പറഞ്ഞു കാമന ഒരിക്കൽ ആക്കുക എന്നിട്ട് അതൊന്നല്ല. എന്നിട്ട് ഇപ്പൊ അമ്മക്ക് കുറ്റം. അമ്മക്കെല്ലാം വയസ്സായി, അമ്മക്ക് അറിയും പോലെ അമ്മ ആക്കും. എന്തിനാ കഥ പഠിച്ചോനെ, എന്തിനാക്കി വെച്ചിനി നീ ആക്കുന്നാല് തല. പിന്നെ ഉടലിന് അനുസരിച്ച് വണ്ണമില്ല കേട്ടോ തലക്ക്. ഇത് എന്തിനാ ഇത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്തിനാ അമ്മ പഠിച്ചോനെ എന്തെല്ലാം ആയിത്തീരുന്നു പഠിച്ചോനെ അറിയതാ. ഇത് കുഴക്കുമാർക്ക് നിങ്ങൾ ഉണ്ടിരിച്ചോ. ചങ്ങായി പറയാം, അമ്മയാർന്ന് കാമനയാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലെ മിഞ്ഞാന്നിലിട്ട പൂവൊന്ന് കണ്ടിട്ട് വരാലോ. ഇതാണ് ചങ്ങായി പറയാം ഇന്നലെ ഇട്ട പൂവ് കേട്ടോ. ഇനി മിഞ്ഞാന്നും അതിന്റെ മുന്നത്തെ ദിവസം ഇട്ട് കാണിച്ചു തരാം. മിഞ്ഞാന്നിട്ടെല്ലാം മഴ പെയ്തിട്ട് മൊത്തം ഇതായി കേട്ടോ, എന്തെല്ലാം ആയി, എല്ലാം അമർന്നു പോയി. അതിന്റെ മുന്നത്തെ ദിവസം ഇട്ടത്. പിന്നെ 3 ദിവസം ഇവിടെ തന്നെ അതാ. ഫസ്റ്റ് ദിവസം ഇട്ട്, രണ്ടാമത്തെ ദിവസം ഇട്ട്, 3 ദിവസം ഇട്ട്. ഇപ്രാവശ്യം ചെമ്പകപ്പൂ കുറവായോണ്ട് ഈർക്കിളിലൊന്നും പൂ കുത്തി ആക്കിയിട്ടില്ല കേട്ടോ. മറ്റെല്ലാ ദിവസവും ഈർക്കിളിലെല്ലാം കുത്തിച്ച് ആക്കുന്നതാണ്. അപ്പം ലാസ്റ്റ് ദിവസം മാത്രമേ വിശദമായിട്ട് കുത്തിയിട്ട് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ബാക്കിയുള്ള കാഴ്ചകളും കൂടി കാണാം. നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂ പറിക്കാം കേട്ടോ. എങ്ങനെ പറയാം, അധികം ആളും ഇപ്രാവശ്യം അങ്ങനെ പൂവിട്ടില്ല കേട്ടാ. പൂവില്ലാതുകൊണ്ട് ചെമ്പകപ്പൂ കിട്ടാൻ പണിയാ. നമ്മളിവിടെ ഉണ്ട് ഞാൻ കൊണ്ടുപോട്ട ചെമ്പകം. പൂവേ ഇല്ല, കുറച്ച് പൂവുള്ളൂ ഇതിൻ്റെ അകത്ത്. ഉണ്ടോ? പൂവേ ഇല്ല. നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടാ. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണത്. അത് നിങ്ങൾ കാണണം കേട്ടോ. എന്തായാലും എൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ വിജയമാണ്. കണ്ടാ, ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ പൂവിൻ്റെ പിന്നിലൊരു രസമുണ്ട് കേട്ടോ. ഈ പീസ്, ഈ പൂ വിരിഞ്ഞ ഈ പീസ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാട്ടോ. എന്താ ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടോ. ഈ സ്ഥലത്താണ് ഗ്രാഫ്റ്റ് ചെയ്തത്. ഇതിൽ 4 കൊമ്പുണ്ട്. ഞാനൊന്ന് വീഡിയോ ചെയ്തിരുന്നു. 4 വിധം ചെമ്പരത്തി വിരിയും ഇതിൻ്റെ അകത്ത്. എങ്ങനെ പറയാം, ഇത് കണ്ടോ ക്യാഷ് ഫ്ലോ പൂത്തിട്ടുണ്ടോ? പൂ കഴിഞ്ഞ വർഷം കുറച്ചുണ്ടായിരുന്നു. ഇനി അടുത്ത വർഷം മുതൽ നല്ല പൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലോട്ട് കയറി പോകുന്നുണ്ടോ. ചെങ്ങനെ പറയാം, കാമൻ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. എനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടാ, സത്യം പറയുന്ന. എന്തെല്ലോ ആക്കി വെച്ചു, കൊളാക്കി. പൂവുണ്ട് ഇടാ, കുത്തി റെഡിയാക്കി വെച്ചത്. ഇനി പൂവിടണം. അമ്മ വിളക്കും കിണ്ടിയിൽ എടുത്ത് വരുന്നുണ്ട്. അരി
എന്താ ചങ്ങായിമാരെ, അമ്മ വിളക്ക് കത്തിക്കാൻ പോക്കാണ്. ചങ്ങായിമാരെ ഇവിടെ കൂക്കാണെന്ന് ആരും ഇല്ല. എങ്ങനെ പറയാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ. വേണ്ട വേണ്ട വേണ്ട. അമ്മക്കൊന്നും ഒച്ചയില്ല കേട്ടോ. എങ്ങനെ പറയാ കൂക്കാൻ. ചങ്ങനെ പറയാ, ഇതിന് നമ്മളെ നാട്ടിലെ ജടപ്പൂന്നാ പറയാ കേട്ടാ. നിങ്ങളെ നാട്ടിലെന്നാ പറയാന്ന് കമന്റ് ചെയ്യണേ. ചങ്ങനെ പറയാ, ജടപ്പൂവും ചെമ്പരത്തിപ്പൂവും ചെമ്പകപ്പൂവും എല്ലാം കൂട്ടി കുഴച്ചിട്ടുണ്ട്. ഇനി അത് ഇടണം. അവിടുന്ന് വെറുതെ മേലെ നിലം കൂക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. അങ്ങനെ നമ്മളെ കൂക്കുന്ന കേട്ടിട്ട് ചങ്ങായിമാരെ, നമ്മളെ അപ്പുറത്തെ വീട്ടിലെ ഒരാളെ ചോദിക്കാം പിരാന്തായി കൂക്കുന്ന കേട്ടിട്ട്. എന്താണെന്ന് അറിയില്ല അവർക്ക് സംഭവം. അങ്ങനെ ചങ്ങായിമാരെ, നമ്മളിതാ പൂവിട്ട് കഴിഞ്ഞു. പൂരത്തിന്റെ കാമന് കണ്ണുവെക്കുന്ന നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കണ്ണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാമന്. എന്താ ചങ്ങനെ പറയാ, നമുക്ക് കൂക്കാൻ രണ്ടാളെ കിട്ടിയിട്ടുണ്ട്. ആദ്യം കിച്ചു. അങ്ങനെ പൂവിന് വെള്ളം കൊടുത്ത് കഴിഞ്ഞ് തൂവണം. ചങ്ങനെ പറയാ, ഇനി അടുത്ത എല്ലാ പൂവിനും കാമനെല്ലാം വെള്ളം കൊടുക്കലാണ് കേട്ടാ. നമുക്കൊന്ന് വെള്ളം കൊടുക്കാൻ പോലെ വാ. കൂക്കുന്നില്ല കേട്ടോ ഇവര്. അമ്മേ കൊല്ലാം.
ഇനി അടുത്ത് എന്നാ പരിപാടി? പൂരക്കഞ്ഞി കൊടുക്കരുത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ? എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് പൂരക്കഞ്ഞി കൊടുക്കാം, അന്നേരം കാണാം. അങ്ങനെ പറയാം. അടുത്ത പൂരക്കഞ്ഞി കൊടുക്കാൻ വേണ്ടി പൂരക്കഞ്ഞി വിളമ്പുന്നുണ്ട്. ഇതാണ് പൂരക്കഞ്ഞി. പൂരക്കഞ്ഞിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാമന് കൊടുക്കുന്നതിന്. ഉപ്പിടൂല അല്ലേ അമ്മേ? അതെന്തുകൊണ്ട് അമ്മ ഉപ്പിടുക? അതെ, ഉപ്പിടൂല പോലും. എന്തിട്ട് അതിന്റെ കഥ നിങ്ങൾക്ക് അറിയാം? ഇല്ല. നമ്മൾ ചോദിക്കുന്ന പോലെ ഇവരെ അമ്മയോടൊന്നും ചോദിക്കലില്ല കേട്ടോ. അതൊന്നും അറിയാതെ ചിലപ്പോൾ അമ്മമ്മക്കെല്ലാം അറിയാൻ സാധിക്കും അല്ലേ? നിങ്ങളൊന്നും ചോദിക്കുകയില്ല, അല്ല ചോദിച്ച് മനസ്സിലാക്കി വെക്കണ്ടേ? നമുക്ക് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ നമ്മളെ മക്കൾ നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്നാ പറഞ്ഞു കൊടുക്കോ? അമ്മ അമ്മപ്പാ നമ്മളെല്ലാം അമ്മമ്മയോട് ചോദിച്ചേ, തൊണ്ടി അമ്മമ്മയോടെല്ലാം ചോദിച്ചാൽ അമ്മ മോളെ ആ പണ്ടുള്ള ആള് പറയുന്ന നമുക്കറിയില്ല. അതുപോലെ അടയിലും മധുരവും ഉപ്പൊന്നും ഇടൂലല്ലേ കാമന് കൊടുക്കുന്ന അടയിൽ? പിന്നെ പറയാ പൂരക്കഞ്ഞി കൊടുക്കുന്നുണ്ട് കാമന്. ഫസ്റ്റ് അങ്ങ ഫസ്റ്റ് പൂവിനല്ലേ അപ്പൊ കൊടുക്കണ്ടേ? അതന്നെ പൂവിനല്ലേ കൊടുക്കുന്നു. നിങ്ങളവിടെ കൊടുക്കാൻ പോക്കാം. ചങ്ങായിമാരെ പൂവിന് എത്ര വന്നോ? പൂവിനൊന്ന്. കൂക്കണ്ടല്ലോ, പൂരക്കഞ്ഞിക്ക് കൂക്കണ്ട. കാമ ഈ രണ്ടെണ്ണം അല്ലേ? അല്ലതാ മഴ പെയ്ച്ച അമർന്നു പോയി വെച്ചാണോ കുത്തിയത്? അങ്ങനെ അതും കഴിഞ്ഞു. നീ കുടിച്ചിട്ട് എന്നാ വേണ്ട എടുക്കലാം. ചങ്ങായിമാരെ ഇനി നമ്മള് വെച്ചുകൊടുത്ത പൂരക്കഞ്ഞി എടുക്കാൻ വേണ്ടി പോക്കാം. ഇലയാവൂലോ എടുക്കും കേട്ടോ. ചങ്ങായിമാരെ ഇല എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടേ. ഇതാ ആദ്യം വെള്ളം കൊടുത്ത് പിന്നെ കഞ്ഞി കൊടുത്ത് പിന്നെ കഞ്ഞി ഇല എടുക്കുന്നുണ്ട്. മുറ്റത്തെ മാവും മാമ്പും കാടും ഒരു കഞ്ഞി ഇപ്പം നീ കുടിച്ചു. താങ്ക് യു. അടുത്തെന്നാ പരിപാടി അമ്മേ? കൈ കഴുകാൻ വെള്ളം കൊടുക്കട്ടെ. അടുത്ത കൈ കഴുകാൻ വെള്ളം കൊടുക്കലട്ടെ. പൂവെല്ലാം അമിഞ്ഞിട്ടെന്നാ പറയണ്ട, കിഴമണ്മ തന്നെ ആയിപ്പോയി. മഴ പെയ്തോണ്ടോ? ഇനി ഇത് കഴിഞ്ഞാ അട കൊടുക്കൽ മാത്രല്ലേ ഉള്ളൂ? വൈകുന്നേരം വെള്ളം കൊടുക്കണ്ടേ? ഉച്ചക്ക് വെള്ളം കൊടുക്കണം. ഉച്ചക്ക് കൊടുക്കണം, വൈകുന്നേരം കൊടുക്കണം. വൈകുന്നേരം അട കൊടുക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലെ പൂരം കേട്ടോ. അറിയാത്തവർക്ക് അറിയാനും കാണാത്തവർക്ക് കാണാനും നമ്മളിത് സമർപ്പിക്കുന്നു. ചങ്ങായി പറയാ ഇനി അട കൊടുക്കല കേട്ടോ. അടുത്ത പരിപാടി കാമൻ അട കൊടുക്കണം. മുടി പൊറിച്ചിട്ട് നോക്കുമ്പോ എന്താ പോലെ ഉണ്ട്. നമുക്ക് അട കൊടുക്കവാ. ഇതാ അട കേട്ടാ, കാമന്റെ അട. ഉപ്പും മധുരമൊന്നും ഉണ്ടാവില്ല അല്ലേ അമ്മേ? ചെറിയ മധുരം ഉണ്ടാന്ന് തോന്നുന്നു അല്ലേ?
ചെറിയ മധുരം ഉണ്ടാവും. ഇതിനുള്ളിൽ പഞ്ചസാര കൂട്ടില്ല, ഉപ്പ് വെള്ളം കൂട്ടില്ല. വെള്ളം കൂട്ടിയാൽ ഉപ്പ് ഇതല്ലേ. നമ്മളൊരു കല്യാണമുണ്ട്, അതിന് പോകാൻ വേണ്ടി തിരിഞ്ഞു നിന്നിട്ടേ ഉള്ളു കേട്ടോ. വേറെ അങ്ങനെ കക്കോട്ട് പൂടില്ല. എപ്പെങ്കിലും കൂടറ് അങ്ങനെ അടിയും കൊടുത്തു കഴിഞ്ഞ് ഇക്കൊല്ലത്തെ പൂരം കഴിയാനായി. തിന്നിട്ട് അടുത്ത അടയെല്ലാം എടുക്കല്ലോ കേട്ടാ. അടയെടുക്കൂല, തിന്നാ പോലെ എടുക്കുക. ഇല എന്നാ ഇല എടുക്കവാ. ഇതെല്ലാം നമ്മളെ നാട്ടിൽ ചടങ്ങാന്ന് കേട്ടാ. നിങ്ങൾ കണ്ടോട്ട് വെച്ചിട്ട് നമ്മൾ എടുത്താ. ഞാൻ അടുത്ത് തന്നെ അമ്മ ചടങ്ങ്. മറ്റേത് കൈകൂലം വെള്ളം കൊടുക്കുക. പിന്നെ വെള്ളം കൊടുക്കണ്ടേ. ആദ്യം കൊടുത്തില്ലേ നിങ്ങള്? എപ്പോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ട് ഞാൻ പഴക്കത്തോട് വെള്ളം കൊടുത്തില്ലേ? ഇതാ മാറ്റാൻ പോയ സമയത്ത് വെള്ളം കൊടുത്തേ. അങ്ങനെ പറയാം. പൂക്കണം. വേണ്ട, വെള്ളം കൊടുക്കുമ്പോ പൂക്കലുണ്ടല്ലോ. പൂ എടുക്കുന്നെങ്കിലേ പൂക്കണം. ആ അല്ല, വെള്ളം കൊടുക്കുമ്പോ പൂക്കലുണ്ട്. ഇത് കൈ കഴുകാൻ വെള്ളം കൊടുക്കുമ്പോ കൂക്കണ്ടേ? എനിക്ക് അങ്ങനെ കൂക്കണം എന്ന് ആഗ്രഹമുണ്ട്. കൂക്കിക്കോ. ചങ്ങായിമാരെ അടുത്ത കാമനി അയപ്പിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കട്ടെ നമുക്ക്. അമ്മായി വരാൻ വാ, എന്നാ അങ്ങോട്ടേക്ക് പോവാം. പൂവെല്ലാം വരണ്ട അമ്മ. ഇതാ ഫസ്റ്റത്തെ പൂ. ഇത് എല്ലാം മഴ പെയ്തിട്ട് പറ്റിപ്പോയി. പൂവെല്ലാം വാരി എടുക്കുന്നുണ്ട് അമ്മായി. അമ്മായിക്കാണ് ലോട്ടി പൂവ കാമന എടുക്കല്. കൂക്കടാ. അതാ പൂക്കാൻ ഇഷ്ടം പോലെ ആള് വന്നിട്ടുണ്ട്. ഞങ്ങളെ ഇങ്ങോ നാളൊന്നും ശരിയില്ല കേട്ടാ. കൂക്കുന്നില്ല. കൂക്ക് നിർത്താൻ പാടില്ല.
കൂക്ക് അമ്മായി മുക്കുന്നുണ്ട്. വിളക്കെല്ലാം മുന്നേ പോണ്ടേ? കിണ്ടിയും വിളക്കെല്ലാം മുന്നേ പോണ്ടേ? വിളക്ക് മുന്നില് അമ്മായ മുമ്പ് പോണ്ട്. അമ്മയ്യ അമ്മയ്യ അങ്ങോട്ടേക്ക് കൊടുക്കാം. പിടിക്കാന്ന് പറഞ്ഞില്ലേ എന്റെ വടക്കത്ത് വെച്ച് പിള്ളേരൊന്നും കൂക്കുന്നില്ല. കൂക്ക് പൊന്നു. കൂക്ക് വാ. ദേവാ നേരത്തെ കാലത്തെ വരണേ കാമാ കല്ലിലും മുള്ളിലും പോകറേ കാമാ. ബാക്കി പാട്. ഈന്തോല തന്ന് ചതിക്കേ കാമാ തെക്കുംപാടക്കുന്നി പോലെ കാമാ. കാമാ ദേവാ നേരത്തെ കാലത്തെ വരണേ കാമാ തെക്കുംപാടക്കും പോകലേ കാമാ തക്കത്തി പെണ്ണ് ചതിക്കേ കാമാ ഈന്തോല തന്ന് ചതിക്കേ കാമാ. പോരെ കഴിഞ്ഞോ? നമുക്കറിയും പോലെ നമ്മള് പാടി. സോമോനെ എല്ലാരും തൊഴേണ്ടതാണ്. എനക്കും തന്നെ കുറച്ച് തെക്കോട്ടൊന്നും ഇടല്ല. നിങ്ങളിട് എന്നിട്ട് ഞാൻ ഇട്ടോളൂ. വെള്ളം കൊടുത്തണ ഇനി ബേക്കറിഞ്ഞ് നോക്കറേ ആരും കുഞ്ഞു ആയാലും ഇത് വേണ്ട ആരും ബയ്യറിഞ്ഞ് നോക്കറ്. നേരെ വീട്ടിലേക്ക് പോയിക്കോളാം കേട്ടോ. കൂക്ക എനിക്ക് കൂക്കണ്ടല്ലോ. അങ്ങനെ നമ്മളെ ഈ വർഷത്തെ പൂര മഹോത്സവത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ചങ്ങായിമാരെ ഈ വർഷത്തെ പൂരം കഴിഞ്ഞ് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മായിക്ക്? അമ്മായി ഒന്നും പറയാനില്ല. പൂരത്തിനെ പറ്റി പണ്ടത്തെ ഓർമ്മയൊന്നും ഉണ്ടോ?
പണ്ടത്തെ എന്തോന്നു ഒന്നുമില്ലേ? പണ്ടത്തെ ഓർമ്മ എല്ലാം മറന്നു കേട്ടാ. അമ്മായി കൽസ്യമസ് ഉണ്ടെന്ന്. അമ്മക്കെന്താ അറിയില്ല. അയ്യോ എനക്കൊന്നും അറിയില്ലേ. ഒന്നും അറിയില്ല. നിന്റെ കാര്യം തന്നെ 2 കൊല്ലം വന്നിട്ട് പൊന്നാകാണ്ട് പോകാണ്ട് പൂരത്തിന്റെ ഓർമ്മയാ പറഞ്ഞേ, എന്റെ ഓർമ്മയല്ല പറഞ്ഞേ. അപ്പോ ചങ്ങായിമാരെ ഇത്രേ ഉള്ളു കേട്ടാ ഈ കൊല്ലത്തെ വീഡിയോ. അല്ല ഈ കൊല്ലത്തല്ല, ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. നമ്മളിൽ ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ബൈ.